ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ മാനസികമായിട്ട് അവർ മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ അവരുടെ ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടുപേരുടെ മൈൻഡിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ രീതിയിലുള്ള ഫീലിങ്സുകൾ തോന്നുന്നില്ല. മൈൻഡിനുള്ളിൽ രണ്ടുപേരുടെയും മൈൻഡിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പ്രത്യക്ഷത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു മാറിപ്പോയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് ആളായിട്ട് തന്നെ ദേഷ്യം പിടിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതാകാനും ഇവിടെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ, ഇപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. മാനസികമായിട്ട് അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അതായത് മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് അത്രയേറെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നല്ല നല്ല രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനേക്കാൾ ഒരു ഉപരിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളെ ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവർ വളരെ പോസിറ്റീവായിട്ട് എടുത്തിരുന്ന വ്യക്തികൾ ഇപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി അവർ കരുതുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലരുടെ കേസസിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നീ ഇത് ഇന്ന കാര്യം ചെയ്തില്ലേ, നിങ്ങളല്ലേ ഇങ്ങനെ ചെയ്തത്, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളായിരിക്കാം കൂടുതലായിട്ട് മറ്റേ വ്യക്തിയെ ഇങ്ങനെ സംശയിക്കുകയും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോകാനുള്ള കാരണം അതായിരിക്കും. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെന്നുള്ള ആ ഒരു ഫീലിങ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ പക്ഷെ മിസ് ചെയ്തിട്ടും അവർ നിങ്ങളോടൊരു നോ കോണ്ടാക്റ്റിൽ തന്നെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കാത്തത്, അല്ലെങ്കിൽ അവർ കൂട്ടാക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ചില ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനിയും കിട്ടാനുണ്ട്. അതായത് മാനസികമായിട്ട് അവർ ചില കാര്യങ്ങളിൽ അവർ തൃപ്തരായിട്ടില്ല, ഈ ഒരു പേഴ്സണ് തൃപ്തി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണറിൽ നിന്ന് നമുക്കൊരു ചീറ്റ് ചെയ്ത, അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാൻ ചീറ്റിംഗ് കിട്ടിയതുപോലെയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ എന്നിട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ കരുതുന്ന പോലെ ഉള്ള ഒരു പേഴ്സൺ അല്ല എന്ന് ചിലപ്പോൾ ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഒരു ക്യാരക്ടർ. അതാണ് ശരിക്കും നമുക്കിവിടെ മനസ്സിലാക്കി അവരുടെ ഒരു ഫീലിങ്സ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവരെ പോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളും ഒരുപാട് ഒരു താണു വീണ ഈ ഒരു പേഴ്സന്റെ പുറകെ പോകുന്ന ആ ഒരു പ്രകൃതമല്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും മേ ബി ഫസ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനൊക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല.
അതായത് കൂടുതലായിട്ട് ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാൻ, പരിഹരിക്കാൻ ഒന്നും നിങ്ങൾ നടക്കുന്നില്ല അവരുടെ പുറകെ. വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇനി ഞാനായിട്ട് അങ്ങോട്ട് പോകില്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എനർജി കാരണം ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. മേ ബി നേരത്തെ എല്ലാം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളായിരിക്കാം മുൻകൈ എടുത്ത് അങ്ങോട്ട് ചെന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് ചിലപ്പോൾ സോറി ഒക്കെ പറയുന്നുണ്ടാകാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിൽക്കുന്നില്ല, നിങ്ങൾ തീർത്തും മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് വിലയൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോയി അധികം ഒരു നാണം കെടാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതും ഈ ഒരു പേഴ്സണെ മാനസികമായിട്ട് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടെന്നല്ല, ശരിക്കും ചൊടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കറന്റ് നിങ്ങളുടെ പേഴ്സണോട് ഇപ്പോഴും നിങ്ങൾ പോയിട്ട് ഒരുപാട് ഇങ്ങനെ കൊഞ്ചിക്കുകയും പറയുക, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണേ എന്നൊക്കെ പറഞ്ഞ് പുറകെ റിക്വസ്റ്റ് ചെയ്ത് ചെല്ലുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു റീഡിംഗ് അല്ല ഇത്. കാരണം നിങ്ങളും അത്യാവശ്യം ഗൗരവത്തിൽ തന്നെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഈഗോയൊക്കെ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും ഈ ഒരു റീഡിങ്ങുമായിട്ട് മാച്ച് ആകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അകന്നു നിൽക്കുകയാണ് പരസ്പരം, ഒരു കോണ്ടാക്റ്റും ഇല്ല, അല്ലെങ്കിൽ രണ്ടുപേരും ശരിക്കും പുറംതിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്നേഹമുണ്ട്. എന്നാൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അതാണ് രണ്ടുപേരുടെയും ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളോട് ചെയ്തു, ചിലപ്പോൾ നിങ്ങളെയാണ് അവർ ചീറ്റ് ചെയ്തതായിട്ട് സംശയിക്കുന്നതെങ്കിൽ പോലും എന്നെ അങ്ങനെ സംശയിക്കാമോ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അതൊക്കെ ശരിയാണോ എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് അത്ര ഒരു സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ അല്ല അവർ പോകുന്നത്. ആകെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്, വിഷമതയുണ്ട്, ശരിക്കും ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വേണമെന്നും അവർക്കൊരു ആഗ്രഹമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തതായിട്ടുള്ള ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു ദേഷ്യമുണ്ട്. അങ്ങനെ എല്ലാ വികാരങ്ങളും നമ്മളൊരു കൂട്ടി ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന പോലെ, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് പോലെ എല്ലാ തരത്തിലുള്ള ഒരു ഫീലിങ്സും ആ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ട്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഇവർ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഫേവറബിൾ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അവരെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ചും കൂടി നേരത്തേതിനേക്കാളും ബോൾഡായിട്ട് മാറിയിട്ടുണ്ടാകാം, ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് അത്ര ഒരു പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നേരത്തെ നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സന്റെ മുന്നിൽ ഡൗൺ ടു എർത്ത് എന്ന രീതിയിൽ അടിമയെ പോലെ നിന്നിട്ടുണ്ടാകാം എന്നാണ് കാണുക. അല്ലെങ്കിൽ അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ ഇങ്ങനെ നിന്നിട്ടും ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ഇത്രയധികം സ്നേഹത്തോടെ നിന്നിട്ടും എന്നോട് ഇങ്ങനെയല്ലേ ചെയ്തത്, ഞാനും ഇങ്ങനെ തന്നെയാണ് ഇനി തിരിച്ചു ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറച്ചുകൂടി ഒരു ജാടയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതും ഉണ്ട്, മാനസികമായിട്ട് കുറച്ചധികം ഒരു സ്ട്രഗിൾസിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലരുടെ കേസൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഒരു സ്ട്രെസ്, അതുപോലെ തന്നെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടാകാം. വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടിയുടെ ഒരു സാന്നിധ്യം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം, അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും പറയാനായിട്ട്, രണ്ട് സൈഡ് കൂടാനായിട്ട് ആൾക്കാരുണ്ടാകും. മാക്സിമം അത് നല്ല രീതിയിൽ പുകച്ചു വിടുക, ആ രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം. അത്തരത്തിൽ ചിന്തകൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള വ്യക്തികൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല
അവനാണ് തെറ്റ് കാണുന്നത് അല്ലെങ്കിൽ അവളാണ് തെറ്റുകാരി എന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിൽ ഈ ഒരു വഴക്കുകളും ഒരു മൂപ്പിക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളായിരിക്കാം, അത് ചിലപ്പോൾ ചിലവരുടെ കേസിൽ ഫാമിലി ആയിരിക്കാം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൂടി നമുക്ക് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന പോലെ വരുന്ന വ്യക്തികൾ ഒക്കെ ഉണ്ടാകാം. അപ്പൊ എല്ലാ തരത്തിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുനിന്നും ഒരു കുത്ത് കിട്ടുന്ന അടി കിട്ടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് തന്നെ അവര്. അപ്പോൾ അവരുടേതായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഇതിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു രീതിയിലേക്ക് അവരുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ശ്രമിക്കുമ്പോൾ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ മറക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇനി ചിന്തിക്കില്ല, ഞാൻ ഇതിൽ നിന്നൊക്കെ ഇനി കംപ്ലീറ്റ്ലി റിലീസായിട്ട് മാറിപ്പോവുകയാണ്, ഞാൻ എന്തിനാ ഇത് ചിന്തിച്ചിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ തന്നെ ഒരു സെൽഫായിട്ട് ചോദിച്ചിട്ട് നമ്മൾ ഓക്കെ ഇതൊക്കെ മറക്കാം എന്നൊരു നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ നമ്മൾ വീണ്ടും അത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. കാരണം നമുക്ക് ചിന്തിക്കാതിരിക്കാനായിട്ട് കഴിയില്ല, അങ്ങനെയാണ് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് അതാണ്. പ്രത്യേകിച്ച് മനസ്സ് ഒരു വളരെയധികം അസ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും കിട്ടാത്ത ഒരു അവസ്ഥ വരാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ, അവര് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവരുടെ ഒരു മൈൻഡ് കംപ്ലീറ്റ്ലി മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ വിഷമിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് അവരിയ്ക്കുകയുമാണ്. അപ്പൊ അവരുടെ വർക്കിനിടയിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികളുടെ ഇടയിലൊക്കെ ആയിരിക്കാം, അപ്പോഴൊക്കെ ഇത് തന്നെ അവരുടെ ഒരു മൈൻഡിനകത്ത് കയറി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ചിലപ്പോ അവർക്ക് മാത്രമായിരിക്കണം എന്നില്ല, നിങ്ങളും ഈ ഒരു പറഞ്ഞ പാറ്റേണിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഇപ്പോൾ എപ്പോഴും തന്നെ ആ ഒരു പേഴ്സണെ, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഈ ഒരു വൈബിലായിരിക്കാം പറയുന്നത്, ഇല്ല ഞാൻ പഴയതുപോലെ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ്ലി നിൽക്കുന്നില്ല, ഇരിക്കുന്നൊന്നുമില്ല, ഞാൻ എൻ്റെ പുറകെ പോകുന്നില്ല, ഞാൻ മാറി തുടങ്ങി, ഇനി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങളും ആ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നിങ്ങളുടെ ഉള്ളിലും ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള ചിന്തകളും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാവിയെ കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങളുമൊക്കെ ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാകാം. പക്ഷെ അത് നിങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് മനസ്സുകൊണ്ട് അത്രത്തോളം ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ പോലും ചുറ്റും ഉള്ള ആളുകളുടെ മുന്നിൽ മാക്സിമം ഹാപ്പിയാണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സന്റെയും അതുപോലെ പേഴ്സണും അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നോക്കുമ്പോൾ തന്നെയും ഈ ഒരു പേഴ്സൺ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ നല്ല ഹാപ്പിയിൽ പോവുകയാണ് എന്നൊക്കെ കാണിക്കാനായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ശ്രദ്ധ അവര് പല രീതിയിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പുതിയ ഫ്രണ്ട്സ് ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് കയറി വന്നെന്ന് വരാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ കൂടുതൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നമ്മൾ. അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു ഹാബിറ്റിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയതെങ്കിൽ, എന്നാൽ ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തതല്ല, ഞാൻ ഇനിയും അങ്ങനെ ചെയ്യും എന്നുള്ള ആ ഒരു രീതിയിൽ ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേറെ ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു കരിയറിലേക്കായിരിക്കാം കൂടുതൽ ഒരു ഫോക്കസ് കൊടുക്കുന്നത്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സമ്പാദിക്കണം, പൈസ ഉണ്ടാക്കണം, എനിക്ക് ഒന്ന് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കണം, പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റു പോയില്ല എന്ന് കാണിക്കണം എന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി വാശിയുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് ഉയർത്തണം, അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലേക്ക് അവരുടെ ഒരു ഫോക്കസ് മാറ്റിവിടുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ പല പോരായ്മകളും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും ആ ഒരു ടെമ്പറൻസ് കാർഡിന്റെ ഒരു എനർജി പറയുകയാണ്, അത്ര നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് ബോണ്ട് ഇവിടെ കാണുന്നുണ്ട്, ഡീപ്പ് ബോണ്ട് ഉള്ള പേഴ്സൺസ് ആണെന്ന് കാണുന്നുണ്ട്.
എങ്കിൽ പോലും പല സമയങ്ങളിലും നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയങ്ങളിലോ എന്ത് കാര്യങ്ങളാണെങ്കിലും പല രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കോൺഫ്ലിക്ട്സുകളൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പം ആ ഒരു സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന നേച്ചർ ഉള്ള വ്യക്തികളാകാനാണ് ചാൻസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ ഈഗോയിസ്റ്റിക് ആയിട്ട് രണ്ട് സൈഡിലും നിൽക്കുന്നു. ഒരാൾ ഒട്ടും ഒന്ന് താന്നു കൊടുക്കാനായിട്ട് രണ്ടുപേരിലും ഒരാളും തയ്യാറാകുന്നില്ല. അതാണ് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കറൻലി ഈ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ ഇത്തരത്തിലാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് അവർക്കൊരു വാശിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടിയും രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കത്തിക്കാനായിട്ട് കാര്യങ്ങൾ അടുപ്പിച്ച് കൂട്ടിത്തരുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൾക്കാർ അങ്ങനെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ അവരോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തു എന്നായിരിക്കാം ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് കാരണം എന്താണെന്ന് നമുക്കിവിടെ വന്നിട്ടില്ല. എങ്കിൽ പോലും അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ അവരുടെ വെറും തോന്നലോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ മാത്രമായിരിക്കാം അത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വാവിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ദോഷം ചെയ്യുന്ന തരത്തിൽ മറ്റാരോടെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന വ്യക്തികൾ, അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാനായിട്ടൊരു റീസൺ ആയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ മുന്നോട്ട് പോകാനായിട്ട്, നല്ല സന്തോഷത്തോടെ പോകാനായിട്ട് കഴിയുന്ന ഒരു ബന്ധമാണ്. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈഗോസുകൾ മൂലം ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ തുടർന്ന് പോകാനുള്ള ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും കൺഫ്യൂസ്ഡ് ആണ്. ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഒരുപാട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ പല പ്രവൃത്തികളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുമ്പോഴും നിങ്ങളുടെ കാര്യം ഓർമ്മയിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാം എന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യണമോ, അവരല്ലേ ഇങ്ങോട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നത് ചിലപ്പോൾ എനിക്ക് കുറച്ചിലായി പോവില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു ചിന്ത ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വരാനുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു എനർജി നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റിക്ക് ശേഷം മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും ഈ ഒരു ബന്ധം കട്ടായി പോവുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എൻഡായി പോവുകയോ മുന്നോട്ട് തുടരാൻ പറ്റാത്ത രീതിയിലാവുകയോ ചെയ്യുന്ന ഒരു കണക്ഷൻ അല്ല. നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ്. പിന്നെ മാനുഷികമായിട്ടുള്ള ചില ഈഗോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ് ഈ ഒരു ബന്ധം ഇപ്പോൾ കറന്റ്ലി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മാക്സിമം സപ്പോർട്ട് തരുന്നത് പോലെ കാണിച്ച് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പോകരുത് എന്ന് വിചാരിച്ച് നടക്കുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുണ്ടത്. അത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ അല്ലെങ്കിൽ സുഹൃത്തു വലയത്തിലുള്ളവരോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്സോ എങ്ങനെ വേണമെങ്കിലും ആകാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുമാകാം. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാതെ എന്നല്ല, പോകരുത് എന്നുള്ളൊരു എനർജി കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം പഴയതുപോലെ നല്ല രീതിയിൽ പോകും എന്നുള്ളൊരു പ്രത്യാശ
അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഈ വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. സമയം മാറുന്നതനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴുള്ള ഒരു സ്റ്റാറ്റസ് മാറും, ഇത് വീണ്ടും നല്ല രീതിയിലാകും എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് അവർ പോകുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങോട്ട് ചെല്ലാലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ച് മുന്നോട്ട് വരാലോ. അപ്പം എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു ആശങ്ക ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ അവസാനം അവർ നിങ്ങളെ തേടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ക്ലൂ ജൂൺ മന്ത് ആണ്. 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഗെയിമിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2001 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 31 കിട്ടുന്നുണ്ട്. റോസ് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. 1995, ലെറ്റർ N, നമ്പർ 5, ലെറ്റർ L. മലപ്പുറം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. 1992, നമ്പർ 45. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 12 എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ X നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 35 നമുക്ക് കിട്ടുന്നുണ്ട്. 1983 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ V നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടയം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 51 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റു ഓൺ നെക്ക്, കഴുത്തിലൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളും ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നു. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ നേച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പ്രകൃതിയെ ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളാകാനും ചാൻസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. കെയറിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എബ്രോഡുള്ള വ്യക്തികളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. നമ്പർ 55 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 47 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1989 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.